തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 14 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 8 വരെയും മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ഭൗതിക ലോകത്ത് ഞാനും നിങ്ങളും അയക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. യേശു ശിഷ്യരെന്ന് അറിയപ്പെടുന്ന നാം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് അറിയപ്പെടുന്ന നാം, ക്രിസ്തുവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്താൻ കടപ്പെട്ടവരാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനെ നാം വെളിപ്പെടുത്തുക? നമ്മുടെ ജീവിത പ്രവൃത്തി വഴി, സംസാരം വഴി. വചനം നമ്മോടൊന്ന് പറയുന്നുണ്ട്, ചീത്ത വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുകയില്ല, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും. ചീത്ത വൃക്ഷത്തിന് ചീത്ത ഫലമേ പുറപ്പെടുവിക്കാൻ കഴിയൂ. നാം ഒരു വൃക്ഷത്തിൻ്റെ ഭാഗമാണെന്നാണ് നാം പറയുക. മുന്തിരിവള്ളിയുടെ ശാഖകൾ. നാം കാട്ടുമുന്തിരിയുടെ ഫലം പുറപ്പെടുവിച്ചാലോ? എങ്ങനെയാണ് ക്രിസ്തുവിനെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക? മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുകയില്ലല്ലോ എന്ന് യേശു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾക്ക് ഇണങ്ങുന്നവയാണോ എന്ന് വളരെ ഗൗരവപൂർവമായി നാം പരിശോധിക്കേണ്ടതുണ്ട്. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാണെന്ന് പറയാം. പലപ്പോഴും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടും. മനുഷ്യൻ്റെ ഹൃദയമനുസരിച്ചാണ് അവൻ്റെ അധരങ്ങളിലൂടെ വാക്കുകൾ പുറത്തു വരിക എന്ന് വചനം പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത് എന്ന് പരിശോധിക്കണം. നല്ല ഫലങ്ങളാണോ പുറപ്പെടുവിക്കുക? ചീത്ത സംസാരമാണോ, ചീത്ത പ്രവൃത്തിയാണോ നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ആനുകാലിക ലോകത്ത് നമ്മെക്കുറിച്ച് ഒരു വ്യക്തിപരമായ വിശകലനം നാം തന്നെ നടത്തേണ്ടതുണ്ട്. അപ്രകാരം സ്വയം വിമർശനപരമായി നമ്മെ പരിശോധിച്ചുകൊണ്ടല്ലാതെ ക്രിസ്തുവിൽ നമുക്ക് യാത്രയാകുക സാധ്യമല്ല. യേശുവിലാണ് ജീവിക്കുന്നത് എന്ന് കരുതുകയും പറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് നാം വിളിക്കപ്പെട്ടത് എന്നൊക്കെ ബുദ്ധിപരമായി അംഗീകരിക്കുന്നവരും. എന്നാൽ ജീവിതത്തിൽ എവിടെയാണ്, പ്രയോഗ വഴിയിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം വിന്യസിക്കപ്പെടുന്നത്, വ്യവഹരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായൊരു ചിന്തയോ അന്വേഷണമോ പലപ്പോഴും ഇല്ലാതായി പോകുന്നു. നാം വിചാരിക്കുന്നത് നാം മെച്ചപ്പെട്ടവരാണെന്നാണ്. യേശുക്രിസ്തുവിൽ ആയിത്തീർന്ന നാം എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് പകർന്നു കൊടുക്കുക? നമ്മുടെ ഫലങ്ങളിലൂടെയാണ്. നമ്മുടെ ഫലങ്ങൾ എങ്ങനെയാണ്? സ്വാർത്ഥം നിറഞ്ഞതാണോ? സ്വാർത്ഥം നിറഞ്ഞതായി എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ താല്പര്യത്തിന് മറ്റുള്ളവരായിത്തീരണമെന്ന ബലമാണോ നാം പ്രയോഗിക്കുന്നത്? അതോ അവരുടെ ജീവിതമെന്ന നിലയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കലാണോ? ക്രിസ്തുവിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്നേഹം ആഗ്രഹിക്കുന്നവരായി, അതിനുവേണ്ടി ബലം പ്രയോഗം നടത്തുന്നവരായിട്ട് നമ്മൾ അതപ്പതിക്കുന്നു. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുമെന്ന സാധാരണത്വത്തിലേക്ക് എത്തിച്ചേരുക വഴി പാപികളോട് കൂടെ നാം എണ്ണപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നാം പാപികളാണ്. പാപികളായ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ കുരിശിൽ മരിച്ചു എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ആത്മാനുതാപമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. 12 ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാതെ പോകുന്ന നിമിഷങ്ങളിൽ അനുതാപത്തിൻ്റെ ഒരു സ്നാനം നിരന്തരമായി നാം നടത്തേണ്ടതുണ്ട്. അനുതാപത്തിൽ ജീവിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അനുതാപപൂർണമായി നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് പഴയ പുളിപ്പ് നീക്കിക്കളയാൻ പറ്റുക. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, തിരുനാളിന് നമുക്ക് ഒരുങ്ങേണ്ടതുണ്ട്. തിരുനാൾ എങ്ങനെയാണ് ഒരുങ്ങുക? അത് അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് നീക്കിക്കളഞ്ഞുകൊണ്ടാണ്. ആ പഴയ പുളിപ്പ് നീക്കിക്കളഞ്ഞുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നാം ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കാൻ ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട്, ആത്മാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാൻ പറ്റണം. എന്താണ് ആത്മാർത്ഥത? ആത്മാർത്ഥത നാം പറഞ്ഞ കാര്യത്തോടുള്ള വിശ്വസ്തത പുലർത്താനുള്ള ശ്രമമാണ്. നാം പറഞ്ഞത് പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഒഴിവാക്കുന്നുവെന്നാണ്, ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. അത് നാം എടുത്ത വ്രതമാണ്, കൊടുത്ത വാഗ്ദാനമാണ്. അത് പല കൂതാശകളിലൂടെ നാം വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിശ്വസ്തതയ്ക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ആത്മാർത്ഥത ഉണ്ടാകുക. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും ഒന്നായിത്തീരുന്നതിൻ്റെ പേരാണ് ആത്മാർത്ഥത. പറയുന്ന വാക്ക് ദൈവത്തോട് ചേർന്നാണെന്ന് പറയുന്നുവെങ്കിൽ നിശ്ചയമായും ജീവിതത്തിൻ്റെ പ്രവർത്തന വഴികളെ
പറയുന്ന വാക്കുകളോട് ചേർത്ത് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവരാജ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയും സ്വന്തം ഇഷ്ടങ്ങളും ലോകത്തിൻ്റെ താല്പര്യങ്ങളും മുൻതൂക്കമുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവികമായ അധികാരത്തിന് വിധേയപ്പെടാതിരിക്കലാണ്. ദൈവികമായ അധികാരത്തിന് എങ്ങനെയാണ് വിധേയപ്പെടുക? വളരെ നിസ്സാരമാണത്. ദൈവം തരുന്ന ജീവിത സാഹചര്യങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുക, ദൈവം തരുന്ന കുരിശുകളെ എതിർക്കാതെ സ്വീകരിക്കുക, ദൈവത്തിന് ഇഷ്ടം ഭരിക്കാവുന്നവരായിട്ട് നിന്നു കൊടുക്കുക. ദൈവത്തിന് ഭരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക എന്നതിനർത്ഥം ഒരു സമ്പൂർണ്ണ ആശ്രയത്വവും വിധേയത്വവും ദൈവത്തോടുണ്ടാകലാണ്. അങ്ങനെയാണല്ലോ കർത്താവ് എന്ന് വിളിക്കുക, ഉടയവനെ എന്ന് വിളിക്കുക. അവനാണ് ഉടയവൻ എന്നൊരു ബോധ്യം ഉണ്ടാകുകയും അവനെന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയും എതിർപ്പുകളും പ്രതികൂലങ്ങളും അപമാനങ്ങളുമെല്ലാം അവൻ എനിക്ക് നൽകുന്നവയാണ് എന്ന് തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ അവ ഈ ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നവയാണെങ്കിൽ കൂടി നിശ്ചയമായും ദൈവികമായ സമാശ്വാസത്തിലേക്ക് നാം പ്രവേശിക്കും. രണ്ടാമത്തെ ഭാഗത്ത് നാം പറഞ്ഞത് പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവെന്നാണ്. ലോക താല്പര്യങ്ങളോട് എത്രത്തോളം കൂറു പുലർത്തിയാണ് ജീവിക്കുന്നത്? സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണോ ജീവിക്കുന്നത്? ശരീരത്തിൻ്റെ സുഖാഭിലാഷങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? എന്താണ് ഹൃദയത്തിൻ്റെ താല്പര്യമെന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, എടുത്ത വ്രതവുമായിട്ട് വളരെയധികം അകന്നാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോയി, സത്യസന്ധത നഷ്ടപ്പെട്ടു പോയി. സത്യസന്ധത എന്ന് വെച്ചാൽ എന്താണ്? നാം ആയിരിക്കുന്നത് പോലെ സ്വയം അംഗീകരിക്കൽ കൂടിയാണത്. മറ്റുള്ള മുമ്പിൽ ഒരു കാര്യത്തിൽ സത്യം പറയുന്ന പോലെ അല്ലത്, ആയിരിക്കുന്നത് പോലെ അവനവനെ തന്നെ അംഗീകരിക്കുക. അങ്ങനെ സത്യപക്ഷത്തെ സ്വയം നിർത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും 100-ലേറെ കുറവുകളുള്ളവരാണ് നമ്മൾ, എപ്പോഴും കുറവുകൾ മാത്രമുള്ളവർ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പരിശുദ്ധനെന്നും ഞാൻ പാപിയെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടല്ലാതെ നമുക്ക് വിശ്വസ്തയുടെ ഭാഗത്ത് നിലനിൽക്കാൻ കഴിയില്ല. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നാം സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുക എന്നതിനർത്ഥം അനുതാപമുള്ളവരാകുക എന്നതുകൂടിയാണ്. അപ്രകാരം അനുതാപത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടല്ലാതെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. നമ്മുടെ അകത്ത് ഈ ശാരീരികതയ്ക്കകത്ത് നിറഞ്ഞു വസിക്കുന്ന ഒരു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ദൗർഭാഗ്യം. നമ്മുടെ അകത്ത് ക്രിസ്തു വസിക്കുന്നുണ്ട്. പാപനിമിത്തം നിങ്ങളുടെ ശരീരം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടായെങ്കിൽ നിങ്ങൾ നീതി നിമിത്തം ജീവിക്കുമെന്ന് റോമർ ലേഖനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അകത്തവൻ വസിക്കുന്നു. നമുക്കത് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മിലുള്ള ഈ മാലിന്യം കൊണ്ടാണ്. ഈ മാലിന്യം നീക്കാനായിട്ട് കണ്ണീര് കൊണ്ട് കഴുകുക എന്നതല്ല വേറെ മാർഗ്ഗമില്ല. ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് കഴുകുകയും നമ്മെ കറയോ ചുളിവോ ഇല്ലാത്തതാക്കി നമ്മുടെ അകത്ത് വസിക്കുകയും ചെയ്യുന്നു. അവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവികമായ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പ്രകാശം പരത്തുന്ന ജീവിതമായിട്ട് മാറുക. അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പിഴവുകളെയും തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. അനുതാപപൂർണ്ണം കർത്താവിൻ്റെ വരവിന് വഴിയൊരുക്കുന്നവരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു രഹസ്യങ്ങൾ പ്രകാശിതമാകാൻ തടസ്സമായിട്ടുള്ള എല്ലാ കുറവുകളെയും നീക്കിക്കളയാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ബലിമേശയിലേക്ക് നമ്മെ തന്നെ അർപ്പിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.